ഓക്കെ റെഡി, പറഞ്ഞോളി. വണ്ടി ശ്രദ്ധിക്കട്ടോ, പണി സാധ്യം കുറച്ച് കമ്മിയാക്കാം. ഓംബ്ര, ഒരു കാറ് വാടകയ്ക്ക് എടുക്കണം, ഫുൾ ടാങ്ക് എണ്ണ അടിക്കണം, ദേ ഇതുപോലെ കൊതി തീരുവോളം ഓടിക്കണം, ഓടിച്ച് മരിക്കണം. റസാക്കിൻ്റെ ആ ആഗ്രഹത്തിന് നിറം പകരുന്ന ബുദ്ധി ഉപദേശിച്ചതും സഹപാഠിയായ വലിയ അമ്മാവൻ്റെ മകനും സന്തത സഹചാരിയുമായ അമീൻ തന്നെയായിരുന്നു. ഇന്ന് ഈ യാത്രക്ക് വളയം പിടിക്കുമ്പോൾ, സഹയാത്രികൻ കാഴ്ചകൾ പകർത്തുമ്പോൾ, റസാക്കിന് വളയം പിടിക്കാൻ ധൈര്യം നൽകിയ ആ വിചിത്ര യാത്രയുടെ ഓർമ്മകളിലേക്കാണ് നമ്മൾ എത്തി നോക്കുന്നത്. റസാക്കിൻ്റെ ആഗ്രഹത്തിന് അമീൻ പറഞ്ഞ ഉപാധി നമുക്ക് ഊട്ടിയിലേക്കൊരു യാത്ര പോകാമെന്നായിരുന്നു. ഊട്ടി എന്നൊക്കെ അന്ന് കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ഊട്ടി കിടക്കുന്നത് മേൽമുറിയിൽ നിന്ന് തിരിഞ്ഞ പാലക്കാട് ഭാഗത്തേക്കാണോ കോഴിക്കോട് ഭാഗത്തേക്കാണോ എന്ന് പോയിട്ട് മേൽമുറിയുടെ 4 അങ്ങാടിക്കപ്പുറം സ്ഥലപ്പേര് പോലും അറിയാത്ത റസാക്കിന് അവൻ്റെ മറുപടി അത്ര രസിച്ചില്ല. ഞാൻ കാര്യമായിട്ട് പറയാടാ, ഇവിടെ കഴിഞ്ഞ ആഴ്ച മൻസൂറാക്കാൻ്റെ അടുത്ത് നിന്ന് ബൈക്ക് വാടകയ്ക്ക് എടുത്ത് ഓടിച്ച് കൊതി തീർത്ത വകയിലേ ഉമ്മ കമ്പ്യൂട്ടർ ക്ലാസ്സിന് നേരത്തെ ഇറങ്ങുമ്പോൾ ചായ കുടിക്കാനെന്നും പറഞ്ഞ് തന്നിരുന്ന കാശ് മിച്ചം വെച്ചതും തികയാഞ്ഞിട്ട് സമീറിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ 10 രൂപ എങ്ങനെ തിരിച്ചു കൊടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാ ടൂറേ, അതും ഊട്ടി. എന്തോരം കാശ് വേണം? മാതിൻ്റെ ഗ്രൗണ്ടിൽ ഒരു 10 റൗണ്ട് ഓടിക്കാൻ കാറ് കിട്ടുന്ന വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറ. അല്ലെങ്കിൽ തന്നെ റോട്ടിൽ ഓടിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടാവും. നമുക്ക് മര്യാദക്ക് കാർ ഓടിക്കാൻ അറിയോ? ഒന്ന് പരുങ്ങിയിട്ടാണെങ്കിലും അമ്മി മറുപടി പറഞ്ഞത്, ഫസ്റ്റ് ഗിയർ ഇട്ട് വണ്ടി മൂവാക്കുന്ന ഒരു പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. ഓടിത്തുടങ്ങിയ പിന്നെ ഗിയർ മാറ്റാനും സ്റ്റെയറിംഗ് ലെവലിങ്ങും നമുക്കുണ്ടല്ലോ, അത് മതിയെന്നാ. പിന്നെ നമുക്ക് അടുത്ത വീഡിയോ വരുന്ന പാലത്തിന്റെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാക്കിയാലോ? പുല്ല്, താമിണ്ടരുത്. താമിണ്ടെങ്കിൽ ഞാൻ പറയാം. ആ ഫ്ലോ അങ്ങ് കളഞ്ഞല്ലോടോ മഹാഭാവി. നമ്മളെവിടെ പറഞ്ഞു നിർത്തിയേ? നമ്മളോ ഏകോചനം പോരെ? ഞാനല്ല, നിങ്ങല്ലേ. ആ, ഞമ്മ. മുറിവൈദ്യന്മാരായ അമീനും റസാക്കും റോട്ടിലിറങ്ങാനുള്ള. ആ, അമീൻ പറഞ്ഞു ബാക്കി ഊട്ടി പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ലെവലാവും, അതിനല്ല പോകുന്നത്. അതവൻ പറഞ്ഞ കാര്യ. അമീൻ റസാക്കിനെ പറഞ്ഞ് മയപ്പെടുത്തി. ഞാൻ പറയുന്നത് നടപടിയാവുന്ന കാര്യ, നീ ഒന്ന് കേൾക്ക്. നിനക്ക് വേണ്ടത് വണ്ടി ഓടിച്ച് കൊതി തീർക്കലല്ലേ? അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് വണ്ടി ഒരു 50% ഓടിക്കാൻ അറിയാലോ, അത്രക്ക് വേണോ? ഒരു 30 പോരെ? 30എങ്കിൽ 30. ന്യായം ആര് പറഞ്ഞാലും കൂടുതൽ തർക്കിക്കാൻ അമീന് കഴിവുണ്ടായിരുന്നില്ല. 100% പഠിച്ചിട്ട് ആരും വണ്ടി റോട്ടിൽ ഇറക്കാറില്ല. ഗ്രൗണ്ടിൽ ഓടിച്ചാൽ എന്നും ഗ്രൗണ്ടിൽ ഓടിക്കേണ്ടി വരും. നമ്മൾ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി 1 മണിക്കൂറിന് കാർ എടുത്താൽ അതൊരു പഫ് എടുക്കുന്ന പോലെ, കിക്ക് മുഴുവനായിട്ട് കിട്ടത്തില്ല. ഗ്രൗണ്ടിലുള്ള കവുങ്ങുതുണിൻ്റെ നഷ്ടപരിഹാരത്തിനും വണ്ടിയുടെ ബോണറ്റ് നന്നാക്കാനുള്ള കാശ് വേറെ കാണണം. നമ്മൾ വണ്ടി കൊണ്ട് കളിക്കുമ്പോൾ റോട്ടിലിറങ്ങി കളിക്കണം. കാശ് നമ്മൾ തന്നെ കൊടുക്കണം, പെട്രോളും നമ്മൾ തന്നെ അടിക്കണം. പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും കേടുപാട് പറ്റിയാൽ അതും നമ്മുടെ തലയിലാണ്. നമ്മുടെ കയ്യിൽ കാശില്ല, വണ്ടി ഒന്ന് എക്സ്പേർട്ട് ആക്കണം. ടൂർ ആകുമ്പോൾ ഇതെല്ലാം പരിഹരിക്കപ്പെടും. കാശ് വേണ്ടേ? വേണ്ട, പറഞ്ഞുതരാം. ആവണ ഈ അടുത്ത് ഉനൈസ് ഒരു ടൂർ പോകണമെന്ന് പറഞ്ഞിരുന്നു. ഉനൈസ് അവനവൻ്റെ അടുത്ത കൂട്ടാ. റസാഖിന് ഉനൈസിനെ പരിചയം കുറവാണെങ്കിലും അറിയാം. ഞാൻ അവനെപ്പോലെ പണിക്ക് പോകുന്ന ഒട്ടും ഡ്രൈവിംഗ് അറിയാത്ത മറ്റാരെങ്കിലും കൂടെ സെറ്റാക്കാം. നമ്മൾ പണിക്ക് പോകാത്തവരല്ലേ, മാത്രമല്ല നമ്മൾ രണ്ടുപേരും ഡ്രൈവർമാരാണ്. അപ്പോൾ ടൂറിൻ്റെ ആവശ്യക്കാരവരാ. കാശ് മുഴുവൻ നിങ്ങളെടുക്കണമെന്ന് പറയാം. അത് ബുദ്ധി. അപ്പം കാശ് വേണ്ട. പശുവിൻ്റെ കടിയും കാക്കയുടെ മാറിക്കിട്ടും. അവർ സമ്മതിക്കുമോ? സമ്മതിപ്പിക്കാം. ഈ ബുദ്ധി എന്താ എനിക്ക് നേരത്തെ തോന്നഞ്ഞേ? തെല്ലസൂയ അവനോട് ഇല്ലാതിരുന്നില്ല. ബുദ്ധിയുടെ കാര്യത്തിൽ താനും മോശക്കാരനെന്ന് തെളിയിക്കാൻ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാൻ റസാഖ് അവനെ ഓർമ്മപ്പെടുത്താതിരുന്നില്ല. ഡ്രൈവിംഗ് അറിയാത്തവർ ആയാൽ പോരാ, പഠിക്കാൻ താല്പര്യമില്ലാത്തവർ കൂടി ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരും. വണ്ടിക്കാടുള്ളവരല്ലേ, എല്ലാവരും അത്യാവശ്യം കൗശലക്കാരാണ്. വാടക വണ്ടി പരമാവധി മുതലാക്കാൻ അവർ ശ്രമിച്ചാൽ നമ്മുടെ ദുരുദ്ദേശം പൂർണ്ണമായി നടപ്പിലാവില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ താൻ തന്നെ സെറ്റാക്കണോ എന്ന് റസാഖ് ചോദിച്ചു. വേണ്ട, ഞാൻ സെറ്റാക്കിയിട്ട് അറിയിക്കാം. അവൻ ആരൊക്കെയോ കണ്ടിട്ടുണ്ട്. ഇനി നീയായിട്ട് കുളമാക്കണ്ട എന്നൊരു ധ്വനി ആ വേണ്ടക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു.
പിറ്റേന്ന് രാവിലെ ആ സന്തോഷ വാർത്തയും കൊണ്ടാണ് അമീൻ സ്കൂളിലേക്ക് വന്നത്. നീ വണ്ടി അറേഞ്ച് ചെയ്യ്, ആൾക്കാർ സെറ്റാണ്. ആരൊക്കെയാണ്? നമ്മുടെ ഉനൈസും റഷീദും. റഷീദ് ഉനൈസിൻ്റെ അയൽവാസിയാണ്. അവനും സമാധാനപ്രിയനാണ്. ആർക്കും കൂടെ കൂട്ടാൻ പറ്റിയ കക്ഷിയാണ്. ഒരാൾ കൂടി വേണ്ടേ? അമിതാക്കെ അവർ സെറ്റാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാ അമിതാക്ക? കളരി. അത് ഇച്ചിരി കൂടുതലല്ലേ? അയാളെ കിട്ടും. അവരെ സംബന്ധിച്ചിടത്തോളം പ്രായം കൊണ്ടും കാര്യപ്രാപ്തി കൊണ്ടും കായികാഭ്യാസം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കുന്ന മേൽമുറിയുടെ ഉറങ്ങിക്കിടക്കുന്ന സിംഹങ്ങളുടെ കൂട്ടത്തിലാണ് എന്നും അയാളെ അവർ എണ്ണിയിട്ടുള്ളത്. മൂപ്പര് നമ്മളെ കൂടെ കൂടുവോ? കൂടിയാൽ തന്നെ അയാൾക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാവോ? അയാൾക്ക് നമ്മൾ ബുദ്ധിമുട്ടാവാൻ സാധ്യത ഇല്ലാതില്ല. പക്ഷേ നമുക്ക് അയാളെ കിട്ടിയ ലോട്ടറിയാണ്. അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അവർ സെറ്റാക്കും. അവർ തമ്മിൽ നല്ല കൂട്ടാ. നമ്മളെന്തായാലും വണ്ടി ഒന്ന് തട്ടിക്കും. അയാളാവുമ്പോൾ നമ്മൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ചാർത്തിയാൽ നല്ല ബേഷ കിട്ടുമ്പോൾ തടുക്കാൻ പറ്റിയ ആളാണ്. വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കാനും ആൾ വേണ്ടേ? അത് അവർ 3 പേരും കൂട്ടിയാലേ കൂടും. ഡ്രൈവിംഗ് അറിയാത്തവർ ലോങ് ഡ്രൈവിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മുൻകരുതലുകൾ എന്തൊക്കെ വേണം എന്നൊക്കെ വ്യക്തമായ ഒരു പഠന റിപ്പോർട്ടായിരുന്നു അവൻ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് റസാക്ക് പതിയെ തിരിച്ചറിഞ്ഞു. പുസ്തകങ്ങളിൽ അച്ചടിച്ച ഇന്ത്യ ആയിരുന്നില്ല അവരുടേത്. അമീനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇനി ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിയാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അന്ന് ക്ലാസ്സിൽ വന്നുപോയ സാറുമാരോ ഇൻ്റർവെല്ലോ ഒന്നും ആഭ്യന്തര ചർച്ച കാരണം അവരറിഞ്ഞതേ ഇല്ല. എന്തിനേറെ ലാസ്റ്റ് പീരീഡ് വന്ന ഹിസ്റ്ററി സാറ് ബോസ്റ്റൺ ടീ പാർട്ടിയുടെ വർഷം ചോദിച്ചപ്പോൾ മറന്നുപോയെന്ന് പറഞ്ഞതിന് ഉച്ചക്ക് ചോറ് കഴിക്കാൻ മറന്നുപോയില്ലല്ലോ എന്ന മറുചോദ്യം ചോദിച്ചപ്പോഴാണ് പാടത്ത് ഷീറ്റ് മേഞ്ഞ മഹദിൻ ഹയർ സെക്കൻഡറിയുടെ അരമതിൽ തന്നെ കാത്തിരിക്കുന്ന ചോറ്റുപാത്രം പോലും അവൻ ശ്രദ്ധിച്ചത്. തല്ലല്ലേ സാറേ, ചോറ് കഴിക്കാനും മറന്നു. ചോറ്റുപാത്രം ചൂണ്ടിക്കാണിച്ച് സംശയമുണ്ടെങ്കിൽ സാറ് ഒന്ന് തുറന്നു നോക്കിയെന്നും പറഞ്ഞ് സാറിനെ നേരിട്ട റസാക്കിനെ കൂടുതൽ പരിചയപ്പെടുത്താതെ മുൻ മാതൃകകളില്ലാത്ത ധൈര്യക്കൂടുതലിൻ്റെയോ വിവേകക്കുറവിൻ്റെയോ നിർവചിക്കാൻ കഴിയാത്ത വിചിത്ര യാത്രയുടെ ചുരുളയക്കാം. കഥാപശ്ചാത്തലവും കഥാപാത്രങ്ങളെക്കുറിച്ചും ചെറിയൊരു ധാരണ കേൾവിക്കാർക്ക് കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് ആ ടൂർ അങ്ങ് പോവാം. ഖമാൻ. നിങ്ങളിപ്പ പോലെ ചോപ്പാണ് കത്തിക്കണേ. താമിണ്ടരുത്. ശനിയാഴ്ചയുടെ രാത്രിക്ക് ദൈർഘ്യം കൂടുതലായിരുന്നു. ശനിയാഴ്ച സ്കൂൾ വിട്ട് വന്ന അവർക്ക് ഞായറാഴ്ചയുടെ പ്രഭാതത്തെ വരവേൽക്കാൻ ഉറങ്ങാതെ അക്ഷമരായി കാത്തിരിക്കേണ്ടി വന്നപ്പോൾ റസാക്കിന്റെ പേടി മറ്റൊന്നായിരുന്നു. വാടക വണ്ടി റസാക്കിന്റെ സുഹൃത്ത് മുഖാന്തരം ഏറ്റതാണ്. പക്ഷേ വണ്ടി വാടകക്കാരൻ്റെ വീട്ടിൽ നേരിട്ട് പോയി എടുക്കണം. വണ്ടി എടുക്കുമ്പോൾ ഓണർ മുമ്പിൽ നിന്ന് വണ്ടി ഓഫാവും. ഇപ്പം നിങ്ങൾ ഓഫാക്കാതെ വിട്ടോളി, പച്ച കത്തിയിട്ടുണ്ട്. ഇവനങ്ങ് കൊന്നാലോ? ക്ലച്ച് മെല്ലെ റിലീസ് ചെയ്ത് ആക്സിലേറ്റർ നല്ലോണം കൊടുക്കാം. ഗിയർ ഇടുന്നതിന് മുമ്പ് ഫസ്റ്റിലേക്കാണെന്ന് ഉറപ്പ് വരുത്തണം. ഹാൻഡ് ബ്രേക്ക് താഴ്ത്താൻ മറക്കരുത്. നെഞ്ചിടിപ്പ് കൂടി വരുന്നുണ്ട്. ആരെ കൊണ്ടെങ്കിലും ഒന്ന് എടുപ്പിച്ച് വണ്ടി പുറത്തേക്ക് എടുക്കാൻ മറ്റു വഴികൾ നോക്കിയാലോ? വേണ്ട. അവരും ടൂറിന് കൂടിയാ നമുക്ക് ഓടിക്കാൻ അവസരം കുറയും. ആദ്യം റിവേഴ്സ് എടുക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും? ഒരു സമാധാനവുമില്ലാതെ തെക്കും വടക്കും നടന്ന് നേരം വെളുപ്പിച്ചു. ആലോചിച്ചിട്ടൊരു പേടി. രാവിലെ 5 മണിക്ക് വണ്ടി എടുക്കാൻ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അമീനോട് റസാക്ക് വണ്ടിയുമായി ഞാനൊരു 6 മണിക്ക് അങ്ങാടി വരാം എന്ന് പറഞ്ഞത് 1/4 മണിക്കൂർ സ്വന്തമായി വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാനായിരുന്നെങ്കിൽ, ഉനൈസിനോടും റഷീദിനോടും 7 മണിക്ക് അങ്ങാടിയിൽ വണ്ടി എത്തുമെന്ന് പറഞ്ഞത് അമീൻ പറഞ്ഞത് 1 മണിക്കൂർ അവനൊന്ന് പയറ്റാൻ വേണ്ടിയായിരുന്നു. അവർ വണ്ടി പഠിച്ചിട്ട് 4-5 മാസം കഴിഞ്ഞ്. ഓടിക്കാൻ മറന്നുപോയിട്ടുണ്ടാവാം എന്ന് 2 പേർക്കും സംശയമുണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം. പിന്നെ നോക്കി, നമ്മളെ ഡെസ്റ്റിനേഷൻ ആയിരുന്നല്ലേ? നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും പാർക്കിംഗ് കിട്ടുമോക്കി, ഞാൻ അത് പോസ്റ്റ് ചെയ്തോളാം. ആരാധകർ ബാക്കി ചോദിച്ചാൽ അടുത്ത സൈറ്റിൽ പോകുമ്പോൾ ഞാൻ അതേപോലെ വീട്ടെടുത്ത് തരാം. ബാക്കിക്ക് 100 സബ്സ്ക്രൈബർമാർ കാത്തിരിക്കില്ലേ? 100 98 ഉള്ളൂ. അത് ഇതും കൂടി പോസ്റ്റ് ചെയ്യുമ്പോൾ ഫില്ലായിക്കോളും. പുട്ടുണ്ടാക്കാം.